90 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണോ, നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണോ, ബെറ്റർ ആക്കണോ, ദെൻ ഐ ക്യാൻ ഹെൽപ്പ് യു. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 7 ഹാബിറ്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ട് ഈ 90 ഡേയ്സ് ടൈം ഫ്രെയിം സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 30 ഡേയ്സ് ചലഞ്ച് ചെയ്യാലോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് 1 ഇയർ ചലഞ്ച് നോക്കിക്കൂടാ. ഇപ്പോൾ 30 ഡേയ്സ് നോക്കുകയെന്നുണ്ടെങ്കിൽ അത് വളരെ കുറഞ്ഞു പോകും. ഇപ്പോൾ നമ്മളൊരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്ത് അത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കാനായിട്ട്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ചെയ്യുന്ന സ്റ്റേജിലോട്ട് എത്താനായിട്ട് 30 ഡേയ്സ് പോരാ. അതിനൊരു 60 to 90 ഡേയ്സ് ഒക്കെ എടുക്കും. ഇനിയിപ്പോൾ നമ്മൾ 1 ഇയർ ചലഞ്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ അത് കുറേ കൂടിയും പോയി. കാരണം അത്രയും ദിവസം 365 ഡേയ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ആൾക്കാരും അത് ക്വിറ്റ് ചെയ്യും. സോ നമ്മൾ 90 ഡേയ്സ് നോക്കുകയെന്നുണ്ടെങ്കിൽ പുതിയൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് അത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാവാനായിട്ട് ഈ ഒരു 90 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ടൈം ഫ്രെയിമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പിന്നെ ആ ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്തോളും. സോ അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ 7 ഹാബിറ്റ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ 7ഉം നിങ്ങൾ ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യരുത്. ഇതിലേതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ മാക്സിമം 2 ഹാബിറ്റ്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ 90 ഡേയ്സ് ചെയ്യാൻ ശ്രമിക്കാം. അതാണ് വർക്ക് ആവുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഹാബിറ്റ് നമ്പർ 1, റൈറ്റ് യുവർ തോട്ട്സ് ഫോർ 10 minutes എവറി മോർണിംഗ്. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരുപാട് ചിന്തകൾ നമ്മൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങും, അല്ലേ? ഇപ്പോൾ നമ്മളുടെ ജോലിപരമായിട്ടുള്ള ചിന്തകൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഫ്രണ്ട്സിലുണ്ടാകുന്ന പ്രോബ്ലം, ഫാമിലി പ്രോബ്ലം, മണി പ്രോബ്ലംസ്, അങ്ങനെ ഇല്ലാത്ത ചിന്തകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഡാം പൊട്ടി വെള്ളം ഒഴുകുന്ന പോലെയാണ് നമ്മളെ മനസ്സിലേക്ക് ചിന്തകൾ ഒഴുകിയെത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടും ആൻഷ്യസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് എന്ത് ചിന്തകളാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ആ ചിന്തകൾ, ആ തോട്ട്സ് ആ ബുക്കിൽ ഇങ്ങനെ എഴുതി വയ്ക്കാം. നിങ്ങളൊരു സാഹിത്യം എഴുതുന്ന പോലെ ഒന്നും എഴുതണ്ട, ഗ്രാമറൊക്കെ പക്കയാവണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണോ വരുന്നത് അത് അതേപോലെ ഇങ്ങനെ ഒരു 10 മിനിറ്റ് എഴുതാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സ് സ്ലോ ഡൗൺ ചെയ്യും. കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി, കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, കുറേ കൂടി കാം ആവാനും പറ്റും. അപ്പോൾ ആ കാംനെസ് ത്രൂ ഔട്ട് നിങ്ങളുടെ ഡേയിൽ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. സോ ഈ 10 മിനിറ്റ്സ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സ് എഴുതുന്ന ഹാബിറ്റ് ബിൽഡ് ചെയ്യാം. ഹാബിറ്റ് നമ്പർ 2, ലേൺ 1 thing ഡെലിബറേറ്റ്ലി ഫോർ 30 minutes എവറി സിംഗിൾ ഡേ. മെജോറിറ്റി ആളുകളും എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കോണ്ടന്റ് ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും, കുറേ വീഡിയോസ് ഇങ്ങനെ വാച്ച് ചെയ്യും. എന്നാൽ അതിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ ചെയ്തു നോക്കും, അതില്ല. പിന്നെ എങ്ങനെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഏതെങ്കിലും ഒരു സ്കില്ല്, നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു സ്കില്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് 90 ഡേയ്സ് എല്ലാ ദിവസവും അരമണിക്കൂർ ആ ഒരു സ്കില്ല് മര്യാദയ്ക്ക് പഠിക്കാനായിട്ട്, അതായത് ശരിക്കും പ്രാക്ടീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു 10-20 വീഡിയോസ് എടുത്ത് കാണുകയല്ല വേണ്ടത്. പകരം അതിനെപ്പറ്റിയുള്ള ഏതെങ്കിലും 1-2 വീഡിയോസ് കാണാം. എന്നിട്ട് അതിൽ പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു ആക്ഷനെങ്കിലും നിങ്ങളുടെ റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക, ശരിക്കും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്താലാണ് നമുക്ക് ആ ഒരു സ്കില്ലിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 90 ഡേയ്സ് 30 മിനിറ്റ്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു സ്കില്ല് പഠിക്കാനായിട്ട് 45 മണിക്കൂർ 45 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ ഒരു സ്കില്ലിൽ ഭയങ്കര എക്സ്പേർട്ട് ആവും എന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആദ്യമുള്ളതിനേക്കാൾ എത്രയോ ബെറ്റർ ആവും നിങ്ങൾ ആ ഒരു സ്കില്ലിൽ. ഹാബിറ്റ് നമ്പർ 3, ഹാവ് 1 uncomfortable conversation every week. കോൺഫിഡൻസ് ഉണ്ടാവുന്നത് നമ്മൾ കുറേ മോട്ടിവേഷണൽ വീഡിയോസ് കാണുമ്പോഴോ കോട്സ് വായിക്കുമ്പോഴോ ഒന്നുമല്ല, പകരം നമ്മളെ പേടിപ്പെടുത്തുന്നത് എന്ത് കാര്യങ്ങളാണോ അതിനെയൊക്കെ തേടി കണ്ടുപിടിച്ച് ചെയ്യുമ്പോഴാണ്, അതിനെയൊക്കെ ഫേസ് ചെയ്യുമ്പോഴാണ്. പലർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺവെർസേഷൻസ് വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. അതായത് ഒരു തരം പേടിയാണ്, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമോ, വിഷമിപ്പിക്കുമോ, നമ്മളിനി അവരുടെ എനിമിയായിട്ട് മാറുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടിയിൽ അവരെന്ത് ചെയ്യുന്നു, ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസ് വരുമ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു മാറും. അപ്പോൾ അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് സ്ട്രോങ് ആയിട്ട് പറയേണ്ടടുത്ത് പറയുക തന്നെ വേണം. നമ്മളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബോസിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാനായിരിക്കാം, അല്ലെങ്കിൽ ചിലർ നിങ്ങളെ കളിയാക്കുന്നുണ്ടാവും, നിരന്തരമായിട്ട് കളിയാക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾ തിരക്ക് പിടിച്ച് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ നോ പറയേണ്ടി വരും. പിന്നെ അതേപോലെ നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ എല്ലാവർക്കൊന്നും ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല, ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് അവിടെ നമ്മൾ പറയേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവുക, കോൺഫിഡൻസ് ഗ്രോ ആവുക. നമ്മൾ പേടിക്കുന്ന പോലെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. പിന്നെ ചെറിയ മുഖം കനപ്പിക്കലൊക്കെ ചില ആൾക്കാരുടെ നിന്ന് ഉണ്ടാവും, അതൊക്കെ കോമൺ ആണ്, അതൊക്കെ അതിൻ്റെ പാട്ടിന് അങ്ങനെ വിടുക. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഹാബിറ്റ് നമ്പർ 4,
പ്രൊട്ടക്ട് യുവർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് 30 minutes ഓഫ് യുവർ ഡേ ഫ്രം യുവർ ഫോൺ. മിക്ക ആൾക്കാരും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതേപോലെ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിലും നമ്മൾ എന്താണ് ബെഡിലിരുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇതത്ര നല്ല ഹാബിറ്റ് അല്ല. നിങ്ങളുടെ ബ്രെയിനെ, നിങ്ങളുടെ ഉറക്കത്തിനെ, നിങ്ങളുടെ പീസിനെ എല്ലാത്തിനെയും ഇത് വളരെ മോശമായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ. യു നീഡ് ടു ഫിക്സ് ദാറ്റ് ഹാബിറ്റ്. സോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫോൺ ഉപയോഗിക്കരുത്. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് ഫോൺ എടുക്കാതെ പകരം കുറച്ച് വെള്ളം കുടിക്കുക, കുറച്ച് നേരം എന്തെങ്കിലും ഇരുന്ന് വായിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഡേ ഒന്ന് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക, ക്വയറ്റായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും. അതേപോലെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജേർണലിങ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം. ഇങ്ങനെ വേറെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു മോശം ഹാബിറ്റ്, ഈ ഫോൺ നോക്കുന്ന മോശം ഹാബിറ്റ് മാറ്റിയിട്ട് ഇതുപോലുള്ള നല്ല ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരിക. ഹാബിറ്റ് നമ്പർ 5, സ്പെൻഡ് 30 minutes കംപ്ലീറ്റ്ലി അലോൺ എവറി സിംഗിൾ ഡേ. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നേരം നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കുക. ഫോണോ ടി വിയോ മ്യൂസിക്കോ റീഡിങ്ങോ ഒന്നും വേണ്ട, നിങ്ങളും നിങ്ങളുടെ ചിന്തകളും മാത്രം. ഇനീഷ്യലി ഇത് കുറച്ച് ബോറിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് കാമായിട്ടിരിക്കുമ്പോഴാണ് കുറേ നല്ല ഐഡിയാസും നല്ല കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കാം. എങ്ങോട്ടേക്കാണ് ലൈഫ് പോകുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫിൻ്റെ പേർപ്പസ്, എന്താണ് ശരിക്കും നിങ്ങളെ ബോദർ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൊണ്ടുവരേണ്ടത്, ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾ പോകേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരാനായിട്ട് തുടങ്ങും. സോ ഈ ഒരു ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി സെൽഫ് അവെയർ ആവാനായിട്ട് പറ്റും, ബെറ്റർ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും, അതേപോലെ ലൈഫിൽ നല്ലൊരു ഡയറക്ഷനും കിട്ടും. ഹാബിറ്റ് നമ്പർ 6, മൂവ് യുവർ ബോഡി എവറി ഡേ ഫോർ 30 minutes. എക്സസൈസ് ചെയ്യാം, നന്നായിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുന്നത് ഭയങ്കര ഒരു സ്ട്രോങ് ബോഡി മാത്രം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല, പകരം ഒരു സ്ട്രോങ് മൈൻഡ് കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഒന്ന് സ്ട്രെസ്സൊക്കെ കുറയുന്ന പോലെ ഫീൽ ചെയ്യും. ഒരു നല്ല മൂഡായിരിക്കും, ഒരു എനർജി ആയിരിക്കും, ഭയങ്കര ഒരു മോട്ടിവേഷൻ കിട്ടുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. അത് എക്സസൈസ് ചെയ്യുന്നവർക്കറിയാം. നിങ്ങൾ ഇതുവരെ എക്സസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ബിൽഡ് ദാറ്റ് ഹാബിറ്റ്. ഇപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മൾ ഈ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈക്ലിംഗ് ചെയ്യാം, വാക്കിംഗ്, റണ്ണിങ്, ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസ് ലൈക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, അങ്ങനെ എന്തും ആവാം. നിങ്ങളുടെ ശരീരം ഒന്ന് അനങ്ങണം. അപ്പോൾ ബോഡി ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡും കുറേ കൂടി ഇമ്പ്രൂവ് ആവും. ഒരു ബെറ്റർ മൂഡായിരിക്കും, ബെറ്റർ ഫോക്കസ് ആയിരിക്കും, ബെറ്റർ എനർജി ആയിരിക്കും. സോ ബിൽഡ് ദാറ്റ് ഹാബിറ്റ്. ആൻഡ് ഹാബിറ്റ് നമ്പർ 7, എൻഡ് എവറി ഡേ വിത്ത് എ 5-minute ഓഡിറ്റ്. എല്ലാ ദിവസവും രാത്രിയിൽ ഒരു 5 മിനിറ്റ് നേരം നിങ്ങളുടെ ആ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അതൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കാം. അതായത് ആ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ പഠിക്കാൻ പറ്റി, എന്തൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ എന്തൊക്കെ നിങ്ങൾ ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തു, ചിലത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇതൊക്കെ ഇങ്ങനെ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി നോക്കാം. അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സെൽഫ് അവെയർനെസ് വരും. നിങ്ങളുടെ ലൈഫ് കോൺസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മൈൻഡാവും. നിങ്ങളുടെ ഫോൾട്ടുകൾ എന്തൊക്കെയാണ്, എവിടേക്കാണ് വീഴ്ചകൾ പറ്റുന്നത് എന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനും അതൊക്കെ മാറ്റിയിട്ട് കുറേ കൂടി ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഹാബിറ്റ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എസ്പെഷ്യലി ഫോർ ദിസ് കോണ്ടന്റ് ക്രിയേഷൻ പർപ്പസ് ആൻഡ് ഓൾ. പക്ഷേ ഞാനിങ്ങനെ ഒരു 5 മിനിറ്റ് മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ ആ ഒരു ഡേ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ വർക്കായി എന്തൊക്കെ വർക്കായില്ല, ഇതിനെപ്പറ്റി ചിന്തിച്ചും കുറേ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തും ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. സോ നിങ്ങളൊരു ഓഡിറ്റ് നടത്തുക. ഇത് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. കാരണം നിങ്ങളുടെ വീക്ക്നെസ്സസ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. സോ ദിസ് ഹാബിറ്റ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു 7 ഹാബിറ്റ്സിൽ എല്ലാതും അല്ല, 1 അല്ലെങ്കിൽ 2 ഹാബിറ്റ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് 90 ഡേയ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. എൻ്റെ ഒരു ബോണസ് ടിപ്പ് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, ഇങ്ങനെ സെലക്ട് ചെയ്ത ഹാബിറ്റ്സ് ഒരു ബുക്കിൽ എഴുതി വെക്കാം. എന്നിട്ട് 90 ഡേയ്സ് ഇതിനെ ട്രാക്ക് ചെയ്യാം. അതായത് ഹാബിറ്റിൻ്റെ പേര് എഴുതുക, ഡേറ്റ് ഇടുക, എന്നിട്ട് അന്നേ ദിവസം അത് കംപ്ലീറ്റ് ആക്കിയോ ഇല്ലയോ എന്ന് മാർക്ക് ചെയ്യുക. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം, ഇനി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ക്രോസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ആ ഒരു ഹാബിറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു പ്രഷർ നിങ്ങൾക്ക് ഉണ്ടാവും, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങൾ ഇതിൽ ഏത് ഹാബിറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.